ബീഹാറിലെ വോട്ടർ പട്ടിക പരിശോധനയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി സിപിഎം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ RSS അജണ്ട നടപ്പാക്കുന്നതിൽ പങ്കാളിയാകുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ പൌരത്വം നിഷേധിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ വോട്ടവകാശം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ. സംഭവത്തിൽ ആഗസ്റ്റ് 8-ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് സിപിഎം പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തു. അസമിൽ ജനങ്ങളെ സ്വന്തം ഭൂമിയിൽ നിന്ന് സർക്കാർ കുടിയിറക്കുകയാണ് എന്നും വർഗീയ ധ്രുവീകരണത്തിനുള്ള ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ആപത്താകുമെന്നും സിപിഎം. PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, വിശദാംശങ്ങൾ. അമൃത, ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നത്. എന്തായാലും പരസ്യമായി ഇപ്പോൾ ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 8-ന് രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്ന് ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും CPM ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ പൗരത്വം പരിശോധിക്കുകയാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടുവരുന്നത്. ഇത്തരം നടപടികൾ ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള ലംഘനമെന്ന് തന്നെ CPM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നടത്തുന്നത്. RSSന്റെ അജണ്ടയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പിന്തുടർന്നു വരുന്ന എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും CPM ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കൃത്യമായി ഇത്തരം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും അതുപോലെ തന്നെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. നിരവധി പേർക്ക് ഇത്തരത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസ് വിമർശിച്ചിരുന്നു. അതിലും CPM കൂടി ഇപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. എന്തായാലും ഇതിനു പുറമെ അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിലും CPM പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമായും അസമിൽ കുടിയിറക്കലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുടിയിറക്കലിനിടെ ഇത്തരത്തിൽ ചിലർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. എന്തായാലും ഇത്തരം നടപടികൾ രാജ്യത്തിന്റെ ഐക്യത്തെ തന്നെ നഷ്ടപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BJPയുടെയും അതുപോലെ തന്നെ RSSന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൂടി ഇപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം നടപടികളെ ശക്തമായി തന്നെ എതിർക്കും. അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് തന്നെ CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നു. അമൃത.